എന്തിപ്പോ കളിക്കോ? ഹലോ കൂട്ടുകാരെ, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താ പേടിച്ചു പോയോ? കുന്തിരിക്കാൻ പോയിക്കുവാണ് കേട്ടോ. വീട്ടിൽ ചുറ്റും കുന്തിരിക്കാൻ പോയിച്ച് ഫുൾ പോസിറ്റീവ് എനർജി ആക്കി എടുക്കുക പോയി. ഈ മഴക്കാലമായപ്പോ അല്ലേ. പിന്നെ വേറെ സംഭവം എന്താ വെച്ചാൽ ഇന്ന് ഞങ്ങൾ എല്ലാവരും കൂടെ കൂടിയിട്ട് സിനിമയ്ക്ക് കൂട്ടുകാരെ കുറെ ആളുകൾ അതെ കൽക്കി ഏടിയ 2000 സംതിങ് 2898 അങ്ങനെ എന്തോ ആണ്. അതെ അങ്ങനെ എന്തോ ആണ്. അപ്പൊ ഞങ്ങൾ പടത്തിന് പോവാ കൂട്ടുകാരെ. നമ്മളെ ഞാനും പൊന്നും കുഞ്ഞിപ്പെണ്ണും പപ്പയും മമ്മി ഞങ്ങളെല്ലാവരും കൂടെ പടത്തിന് പോവാ. പടത്തിന് പോയിട്ട് എങ്ങനെയാ പടം എന്നൊക്കെ നോക്കണം. നമ്മൾ റിവ്യൂ ഒക്കെ കണ്ടപ്പോൾ ഭയങ്കര കാണണം ഭയങ്കര ആഗ്രഹം കേട്ടോ. അപ്പൊ അങ്ങനെ പോവുക. കുറെ നാളെ പടത്തിനൊക്കെ പോയിട്ട് അപ്പൊ എല്ലാവരും കൂടി ഇന്ന് പടത്തിന് പോകാൻ കൂട്ടുകാരെ. കുഞ്ഞിപ്പെണ്ണെ കൂടി ഇത്തവണ പോകുമ്പോൾ എന്താണെന്ന് അറിയത്തില്ല, കരുതലൊക്കെ ആണോന്നൊന്നും അറിയത്തില്ല. അവിടെ പപ്പയുണ്ട്, മമ്മി അവിടെ കുടിച്ച് ഒരുങ്ങിയിട്ടുണ്ട്. മൊത്തം പോക്കിയാട്ടോ ഇവിടെ. മോളിക്കോട്ടാ പടത്തിന് പോകല്ലേ? പക്ഷെ മോളിക്കോട്ടിന്റെ സിനിമയ്ക്ക് വരാൻ താല്പര്യമില്ല കേട്ടോ. നമ്മൾ പറഞ്ഞിട്ടില്ലേ മോളിക്കോട്ട് സിനിമ ഒന്നും കാണത്തില്ല. തിയേറ്ററിൽ വന്നാലും മോളിക്കോട്ടിനെ കാണാൻ നല്ല ഉറക്കമായിരിക്കും. ഞങ്ങൾ മൂന്നോടെ കാണുള്ളൂ ശരിക്കും പറഞ്ഞാൽ. അപ്പൊ നമ്മുടെ വണ്ടി ഉണ്ടല്ലോ, വണ്ടി അവിടെ താഴെയാണ് കിടക്കുന്നത്. ഇതോ കണ്ടോ, അവിടെ താഴെ ആ സ്റ്റെപ്പിൽ താഴോട്ട് കിടക്കുന്നത്, പുറത്ത് കിടക്കുന്നത്. എന്താ വെച്ചാൽ നമ്മുടെ വണ്ടി കയറ്റം കയറുന്നില്ല. നമ്മുടെ വഴി മൊത്തം മഴ പെയ്തിട്ട് നനഞ്ഞ് മൊത്തം ചെളിയായിരിക്കും. അപ്പോൾ കയറ്റം കയറുന്നില്ല കേട്ടോ. അതിന് കയറ്റം കയറുമ്പോൾ നാളെ ഇനി നോക്കണം, നാളെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കയറ്റാൻ പറ്റുമോ എങ്ങനെയെങ്കിലും ഒക്കെ. വണ്ടി മൊത്തം ചെളിയായിരിക്കുക. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ സിനിമയ്ക്ക് പോയിട്ടുകാർ നല്ല മഴയൊക്കെ തുടങ്ങിയിട്ട് നൈസാട്ടോ സിനിമയ്ക്കൊക്കെ പോകാൻ പറ്റിയ ആംബിയൻസാണ്. നിങ്ങൾക്ക് മുട്ട വേണോ? മുട്ടയോ? മുട്ടയൊന്നും നീ മുടി നീങ്ങുന്നില്ല. അപ്പോൾ കൂട്ടുകാർ ഞാനും കുഞ്ഞിപ്പൊണ്ട് ഇട്ടേക്കുന്നത് കണ്ടോ, രണ്ടുപേരും കോട്ടായിട്ട് ഇട്ടേക്കുന്നത്. തണുപ്പെങ്ങാനും ആണെങ്കിലേ നമ്മുടെ തിയേറ്ററിൻ്റെ ഉള്ളിൽ AC ഒക്കെ ആയിരിക്കുമല്ലോ. അപ്പോൾ തണുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്നാമത് പുറത്ത് മഴയും. അപ്പോൾ തണുപ്പ് എന്തായാലും കൂടുതലാകാൻ സാധ്യതയുണ്ട്. അതനുസരിച്ച് ഞങ്ങളുണ്ട്. കുഞ്ഞിപ്പെണ്ണ് സ്വെറ്ററൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. സ്വെറ്ററും അങ്ങനത്തെ കോട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. ചിലപ്പോൾ അത് പറയുന്നുണ്ട് കേട്ടോ കുഞ്ഞിപ്പെണ്ണ്. ഞാനാണെങ്കിലും മറ്റേ ഇത് UK പോകുന്നതിന് മുന്നേ വാങ്ങിയതാട്ടെ. ഇവിടുത്തെ ടെക്കാത്തോണിൽ നിന്ന് വാങ്ങിച്ചത് തണുക്കായിട്ടിരിക്കാനുള്ള. അപ്പോൾ അത് ഇട്ടിട്ടുണ്ട്. ഞങ്ങളിട്ട് കോട്ടൊക്കെ ഇട്ടാട്ടോ പൊന്നു കൂട്ടുകാരെ. അപ്പോൾ കുറേ സമയത്തിന് ശേഷം പൊന്നു റെഡി ആകുന്നുണ്ടേ. ഇവനിങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ. കൊച്ചിന്റെ ഡ്രസ് ഒന്നും എടുക്കണ്ട. കൊച്ചിന് ഉടുപ്പ് ഇട്ടിട്ട് ഞാനല്ലേ ഞാൻ പറയണില്ല. ഇതെന്താ സൂപ്പർ സ്റ്റൈലാണല്ലോ. പിന്നെ പൂവോ ക്ലിപ്പാണോ? ക്ലിപ്പ് ചെത്തിപ്പൂ പോലെ ഉണ്ടല്ലേ. അപ്പൊ എല്ലാം റെഡി. അപ്പൊ ആദ്യമായിട്ടോ സിനിമയ്ക്ക് പോകുമ്പോൾ നേരത്തെ പോകുന്ന ഇത്തവണ അല്ലേ. ഇനി ഈ സംഭവം എത്ര നേരം കൊണ്ട് വിളിക്കുന്നറിയോ? സ്വൈര്യം തന്നിട്ടില്ല. അപ്പൊ നമ്മള് തിയേറ്ററിലേക്ക് ഇറങ്ങിട്ടോ. നല്ല മഴയുണ്ടല്ലോ. ഞാൻ മഴ ചോർന്നു. മഴയില്ല, മഴയൊക്കെ മാറിട്ടോ. റോഡിൽ മൊത്തം വെള്ളം. ശ്രദ്ധിച്ചു വെക്കാം. മമ്മി തിയേറ്ററിൽ കയറിയിട്ട് ഉറങ്ങരുത് കേട്ടോ. മമ്മി തിയേറ്ററിൽ കിടന്ന് ഒറ്റ ഉറക്കായിരിക്കും കേട്ടോ. പിന്നെ സിനിമ നല്ല AC ഒക്കെ അല്ലേ. പെണ്ണ് ചിരിക്കുവാ. നമ്മളിപ്പോ ഇതല്ല സെക്കൻഡ് ഷോ കേട്ടോ പോന്നെ. പൊന്നു കോട്ടൊക്കെ ഇട്ട് സെറ്റ് ആവുന്നുണ്ട്. പപ്പ വിളിക്കുന്നുണ്ട് കേട്ടോ. ടൈമായി കൂട്ടുകാരെ. ഉറച്ചോ പൊപ്പോ വാങ്ങണ്ടേ? കുഞ്ഞിപ്പെണ്ണെന്തി ആ വലിയ തിരക്കില്ലല്ലോ. കണ്ടോ ഇവിടെ ആണ്ട് കൂടെ നമ്മൾ വന്നേക്കുന്നത് പെൻഡാ സിനിമാസ്. പണി കിട്ടിയിട്ടോ. നമ്മൾ കുറച്ച് നേരത്തെ ആയി പോയി വന്നത്. സാധാരണ ലേറ്റ് ആയിട്ട് വരാറ്. ഇത്തവണ കുറച്ച് നേരത്തെ ആയി പോയിട്ടോ. ഇനി 10 മിനിറ്റ് കൂടെ ഇനി 10 മിനിറ്റ് കൂടെ വേണം സിനിമ കഴിയാൻ. നേരത്തെ കയറി ആൾക്കാർ ഇറങ്ങണമെങ്കിൽ കേട്ടോ. അത് കഴിഞ്ഞാൽ നമുക്ക് കയറാൻ പറ്റുള്ളൂ. എന്തായാലേ ലേറ്റ് ആവുകയാണ് നമ്മൾ ലേറ്റ് ആയി പോകും. എയർലി ആവണേ ഭയങ്കര എയർലി. ഞാൻ കാണാൻ പറ്റില്ലെങ്കിലോ. ഇതായതൊട്ട് കാണണം ഈ സിനിമ. 600 കോടി രൂപ മുടക്കിയിട്ട് ഉണ്ടാക്കിയ സിനിമ. ഞങ്ങളങ്ങനെ തിയേറ്ററിൻ്റെ ഉള്ളിൽ കയറി. തിയേറ്ററിൻ്റെ ഉള്ളിൽ നല്ല പച്ച കളറായിരുന്നു കേട്ടോ. കുഞ്ഞിപ്പെണ്ണ് ഒരു പ്രശ്നമില്ലായിരുന്നു. കുഞ്ഞിപ്പെണ്ണ് കൂളായിട്ട് പരസ്യം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് തിയേറ്ററിൽ. നമ്മുടെ കയ്യിൽ പോപ്കോൺ ഉണ്ട്, ജ്യൂസ് ഉണ്ട്, അങ്ങനെ തിന്നാനുള്ള സാധനങ്ങളൊക്കെ സെറ്റായിട്ട് വെച്ചിട്ടുണ്ട്. പടം ഏകദേശം തുടങ്ങാനായിട്ടുണ്ട്. അപ്പം നമ്മുടെ ഫോൺ ഓഫാക്കി വെക്കുവാണ്ട്. തിയേറ്ററിൻ്റെ ഉള്ളിൽ ഫോൺ അങ്ങനെ യൂസ് ചെയ്യുന്നത് നല്ലതല്ലോ. നമ്മുടെ കൽക്കി കണ്ടിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയാട്ടോ. എന്റെ പൊന്നു സാമ്പോ, എങ്ങനെയുണ്ടായിരുന്നു പടം? അപ്പൊ കൂട്ടുകാരെ നമ്മളിതാ പടമൊക്കെ കണ്ടിത് ഇറങ്ങി കേട്ടോ. വീട്ടിലേക്ക് പൊക്കോണ്ടിരിക്കയാണ്. അതിന്റെ തൊരയില് സംസാരിച്ച് നമ്മള് വീഡിയോ എടുക്കേണ്ടത് മറന്നു കേട്ടോ. ഫസ്റ്റ് ഹാഫ് വരെ ഒന്നും മനസ്സിലാവത്തില്ല. സെക്കൻഡ് ഹാഫ് ഒക്കെ ആവുമ്പോഴേക്കും അടി ചക്കേ. ഫൈറ്റിംഗ് ആണ് അല്ലേ. പക്ഷെ പ്രതീക്ഷിക്കാത്ത കുറെ പേരുണ്ടല്ലേ. കാണാത്തവരെന്തായാലും പോയി കാണണം. എന്തായാലും കലക്കി അടിപൊളിയായിട്ട് കലക്കി കൂട്ടുകാരെ. ഒരുപാട്
കൊറേ നേരം 12 കാലമായിട്ടോ സമയം നോക്ക്. എത്ര മണിക്കൂടെ? 8:45 തുടങ്ങിയിട്ട് അത് 9:45, 10:45, 11:45. 3 മണിക്കൂർ. ഇഞ്ചിപ്പോ കഴിക്കോ? ഇഷ്ടപ്പെട്ടോ? നല്ല ഒട്ടിപ്പൊളി പടാട്ടോ. എല്ലാരും കാണണം കേട്ടോ, എല്ലാരും കാണേണ്ട സിനിമ തന്നെ കേട്ടോ അല്ലേ. നമുക്കിങ്ങനെ രോമാഞ്ചിഫിക്കേഷൻ വന്നുപോയി. അപ്പൊ നിങ്ങൾ എന്തായാലും കാണാത്തവര് കാണണം കേട്ടോ. ഒരു എന്താ തിയേറ്ററിൽ പോയി കാണുമ്പോഴാണ് ആ ഒരു ഫീലിങ്സും മഹാഭാരതമായിട്ട് കണക്ഷനും ഉള്ളതുകൊണ്ട് അതിങ്ങനെ കാണുമ്പോ കുറച്ച് മനസ്സിലാവാത്തവര് കാണുമ്പോ പോലെയല്ലല്ലോ. എനിക്ക് അറിയത്തില്ലല്ലോ മഹാഭാരതത്തിലെ ക്യാരക്ടേഴ്സ് ഒക്കെ. പിന്നെ അമിതാഭ് ബച്ചൻ കിട്ടുക കേട്ടോ. സെക്കൻഡ് പാർട്ടിന് മാസമാവും. ബുജ്ജി അത് കണ്ടവർക്ക് മനസ്സിലാവും കേട്ടോ. അപ്പൊ സിനിമകളൊക്കെ കാണാത്തവര് പോയി കാണാ. ഇനി സെക്കൻഡ് പാർട്ട് വരുമ്പോ വേറെ ലെവലാവാൻ സാധ്യതയുണ്ട് കൂട്ടുകാർ. നമുക്ക് എന്തായാലും കണ്ടറിയാം. വെട്ടി തകർത്ത് കമലഹാസൻ കയറും. കമലഹാസൻ അങ്ങനെയൊക്കെ ശരീരപ്രകൃതിയൊക്കെ വെച്ചിട്ട്. അപ്പൊ അത്രയോട് കൂടെ വീഡിയോ മറ്റു വീഡിയോ നാളെ കാണാം. ഓക്കേ പൊന്മണി.